അതെ, നിങ്ങളുടെ കിന്നാര പറച്ചിലൊക്കെ പിന്നെ ചെയ്യാം. പെട്ടെന്ന് എന്നെ ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്ക്, ഞാൻ ആഹാരം എടുക്കാം. ഈ കഴിക്കുന്ന സമയത്ത് ഈ ചിക്കു എവിടെ പോയേക്കുവാ? ഇതില് പുതിയ കാര്യം വല്ലതും ഉണ്ടോ മമ്മി? ഫുഡ് കാണുമ്പോ എപ്പോഴും അവനെ കാണാതാവുമല്ലോ, എപ്പോഴും ഉള്ളതല്ലേ. അതെ, നീ എവിടെ പോയതാ ചിക്കു? ഞാനാണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാനല്ലേ പോയേ. ആ അതെ ചിക്കു, നീ വളരെ വലിയ നല്ലവനായല്ലോ. ശരി, നീ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കേ. അതേ, ഇല്ല ഇല്ല ഇല്ല, ആ ബോൾ എടുക്കല്ലേ ചിക്കു. പക്ഷെ എന്തുകൊണ്ട്? എന്തെന്നാൽ അതിൽ മത്തങ്ങയുടെ കറിയാണ്. നീ മത്തങ്ങ കറി കഴിക്കാറുണ്ടോ? മത്തങ്ങയാണെങ്കിലും പാവയ്ക്കാണെങ്കിലും ഞാൻ എല്ലാം കഴിച്ചോളാം മമ്മി. പിന്നെ ഇനിയൊരു കാര്യം, ഞാൻ ഗ്രീൻ വെജിറ്റബിൾസ് കഴിച്ചില്ലെങ്കിൽ എന്റെ ശരീരം എങ്ങനെയാ നന്നാവുന്നത്? ഇവനിത് എന്താ പറ്റിയത്? ബേബി പംകിന്റെ പേര് കേൾക്കുമ്പോൾ തെറിച്ചോടുന്നവനാണല്ലോ. ഇപ്പൊ അത് വേണമെന്നാ പറയുന്നേ. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അത് വെറും ബാഗല്ല, വഴക്ക് തുടങ്ങാനുള്ള പുതിയൊരു ഐഡിയ ആണ്. നിന്റെ ബാഗ് എന്തിനാ എന്റെ സൈഡ് കൊണ്ടുവച്ചത്? ഇത് നിന്റെ മാത്രല്ല, എന്റെ കൂടി റൂമാ. ഞാൻ എന്റെ ബാഗ് ഇവിടെ വെച്ചാലും അവിടെ വെച്ചാലും അത് എന്റെ ഇഷ്ടമാ. ഈ റൂം നമ്മൾ രണ്ടുപേരുടെയാ, പക്ഷെ ഈ സൈഡ് എന്റെ മാത്രമാ. നിന്റെ ബാഗ് നിന്റെ സൈഡിൽ കൊണ്ടുവച്ചോ. വണ്ടി എന്റെ ബാഗും എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നേ? എടോ, നീ എന്റെ ബാഗ് വിട്. നിനക്ക് ഇത്രയും ധൈര്യമോ മരമണ്ട ബണ്ടി? ഇനി ഈ തുണിയൊക്കെ നീ വേണം മടക്കി വെക്കണ്ടേ. അല്ല ബണ്ടി, നീ ഇതല്ലേ കാണിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് എന്താടാ ഈ പറ്റിയേ? ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ല. നീ പറഞ്ഞേ, നിന്റെ ബാഗ് ഇതിന് എന്റെ സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നത്. ഇപ്പൊ ചീക്കുവിന്റെ സ്വഭാവം മാറും, എന്റെ സ്വപ്നം ഇപ്പൊ ശരിയാവും. എന്റെ ബാഗ് നിന്റെ സൈഡിലാണെന്നോ? പിന്നല്ലേ. നിനക്കിതില് പ്രോബ്ലം ഉണ്ടോ? ഉണ്ടല്ലോ, എനിക്കൊന്നും പറ്റത്തില്ല, ഇഷ്ടമല്ല. ശരി, എന്നാ പിന്നെ ഞാൻ ഈ ബാഗ് എന്റെ സൈഡിൽ തന്നെ വെച്ചോളാം. സോറി കേട്ടോ. ഞാനിപ്പൊ ഫൈറ്റ് ആവുന്നാണല്ലോ വിചാരിച്ചത്. ചീക്കു ഉത്തരപ്പെട്ടെല്ലാം ശരിയാക്കിയോ? അവൻ എന്റെ അടുത്ത് സോറി പറഞ്ഞോ? സോറി മമ്മി. ഈ ചിക്കു ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വന്നില്ലേ? അവനിപ്പോ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, നീ കൂടുതൽ ചിന്തിച്ചിട്ടാ. മമ്മി, നമ്മൾ ആ ലാസ്റ്റ് ടിക്കറ്റ് സിനിമ കണ്ടില്ലേ? അതിനകത്ത് ഹീറോ രാവിലെ പുറത്തു പോവും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അവന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആണ് വരുന്നത്. മമ്മി, എനിക്ക് തോന്നുന്നത് ചീക്കു അല്ല, ചീക്കുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിരിക്കുന്ന. ഡ്യൂപ്ലിക്കേറ്റ്? ഇതെന്ത് വിഡിത്തരാണ് നീ പറയുന്നത്? എന്റെ ഈ സിനിമ കഥകളൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. മമ്മിക്ക് മമ്മിയുടെ മോനെ ചിലപ്പോ മനസ്സിലായി കാണത്തില്ല, പക്ഷെ എനിക്ക് എന്റെ ചേട്ടനെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നീ ഇത് എന്ത് സംസാരിക്കുന്ന ബണ്ടി? അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലല്ലോ അല്ലേ? അപ്പൊ ഞാൻ നല്ല പ്രൂഫ് തന്നെ കാണിച്ചു തരാം. ചിക്കു, നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്നാ കൊണ്ടുവന്നേന്ന്. നിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം. ഈ ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് വേണം. നിനക്ക് കഴിക്കണോ? എനിക്ക് തന്നെ വേണം. ഞാനാ ഈ ഐസ്ക്രീം കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നത്. നിനക്ക് കഴിക്കണോ? എനിക്ക് തന്നെ കഴിക്കണം. ബിക്കോസ് ചോക്ലേറ്റ് ഐസ്ക്രീം എന്റെ ഫേവറേറ്റാ. നിനക്ക് ശരിക്കും കഴിക്കണോ? പറഞ്ഞില്ലേ ഞാൻ കഴിക്കുന്ന. എന്നാ നീ ഇതിനെ കഴിച്ചോ. പെട്ടെന്ന് ഓർമ്മ കാര്യ മമ്മി, ഗാർഡനിലെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയിരിക്കുവാ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരാം. കണ്ടു മമ്മി, 2 മിനിറ്റ് കൊണ്ട് അവൻ ഐസ്ക്രീം ബൗൾ ഫുൾ എനിക്ക് തന്നത്. ഇത് ശരിക്കും ചീക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ ചീക്കുവിന്റെ ഹാർട്ട് എങ്ങനെയാന്ന് ഐസ്ക്രീം പോലെ മെൽറ്റ് ആയി പോകുന്നു കണ്ടാൽ തന്നെ. പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇതാണ് എന്റെ ചീക്കു. മമ്മിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നെങ്കിൽ ഞാൻ ഒരു പ്രൂഫും കൂടി കാണിച്ചു തരാം. പിന്നെ മമ്മിക്ക് എന്നെ വിശ്വസിക്കാതിരിക്കാനേ പറ്റത്തില്ല. ചീക്കു, ക്രിക്കറ്റ് കളിക്കും എന്റെ കൂടെ? പക്ഷെ ബാറ്റിംഗ് ആദ്യം ഞാനായിരിക്കും ചെയ്യുന്നേ. ഓക്കെ. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി റെഡി ആയല്ലോ. ആണ്, ഇത് എന്റെ ചീക്കു തന്നെയാണ്. മമ്മി, ഇത് ശരിക്കും നമ്മുടെ ചീക്കു തന്നെയാണെങ്കിൽ ആ അങ്കിളിന്റെ കണ്ണാടി ഉറപ്പായിട്ട് പൊട്ടിക്കും.
അത് പൊട്ടിച്ചില്ലെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഓഹോ, എന്റെ ദൈവമേ, ആദ്യത്തെ അടിയിൽ തന്നെ ചീക്കു ഡിന്നോറ അങ്കിളിന്റെ കണ്ണാടി ഉടച്ചാ മതിയായിരുന്നു. പിന്നെ എനിക്കറിയാം അവൻ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന്. എന്തെന്നാൽ ഇത് എന്റെ ചീക്കു ആണ്. എടാ ബണ്ടി, നീ ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടേ ഇരിക്കത്തോളൂ, അത് ബോൾ വിടുവോ? നിങ്ങൾ രണ്ടുപേരും കളിക്ക്, ഞാൻ ഇതാ വരുന്നു. ബണ്ടി വേഗം നാട്ടെ ബോളറിയേ. ഓഹോ, ആ ചെറുക്കൻ ചിക്കു വീണ്ടും തിരിച്ചെത്തിയോ? കഴിഞ്ഞ 2 ദിവസം മനസമാധാനത്തോടെ കൂടെ ജീവിക്കുകയായിരുന്നു. എന്തൊരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. വീണ്ടും അവൻ എന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി എത്തിയെന്ന് തോന്നുന്നല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? ഐഡിയ, ഞാൻ ചെന്ന് എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് പൊട്ടാൻ ഒട്ടും ചാൻസ് ഇല്ലല്ലോ. ഓപ്പൺ ചെയ്തു, ഇതും ഓപ്പൺ ചെയ്തു. ഒരു മിനിറ്റ് നിൽക്ക് ബണ്ടി. ആ, കണ്ണാടി ഉടഞ്ഞതിന്റെ ശബ്ദം. ഇത് ഉറപ്പായിട്ട് എന്റെ ചീക്കു തന്നെയായിരിക്കും ചെയ്തത്. എനിക്ക് അൻവനിൽ മുഴുവൻ വിശ്വാസമുണ്ട്. കണ്ണാടി ഉടച്ചോ? ഇതെന്താ നമ്മുടെ വീടിന്റെ ജനാലയാണോ ഉടഞ്ഞത്? ആ മമ്മി. ബണ്ടി എടാ, ഇന്ന് ക്രിക്കറ്റ് വേണം, നമുക്ക് ബാഡ്മിന്റൺ കളിച്ചാലോ? ക്രിക്കറ്റിന്റെ സ്ഥലത്ത് ബാഡ്മിന്റനോ? എന്റെ ജൂനിയർ ഗോലി പെട്ടെന്ന് എങ്ങനെ PV സിന്ധു ആയി മാറിയത്? എന്തോ തകരാറുണ്ട്. കണ്ടു മമ്മി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചീക്കു അല്ലെന്ന്. ഇപ്പോഴെങ്കിലും മമ്മിക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ സത്യാണെന്ന്. നോക്കു ബണ്ടി, അവസരപ്പെടാതെ. എന്റെ കയ്യിൽ ഒരു ഐഡിയയും കൂടെ ഉണ്ട്. എന്തെന്നാൽ ഇത് നമ്മുടെ ചീക്കു ആണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ചീക്കുന്റെ മുതുകിൽ ഒരു അടയാളം ഉണ്ട്. അത് നമ്മുടെ ചീക്കു ആണെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ മുതുകിൽ ആ അടയാളം കാണുന്നതാണ്. ചീക്കു ഷേക്ക്, നമ്മള് ശത്രുവിനെ നേർക്കൊന്നും മുതുക് കാണിക്കാൻ പാടില്ല. പക്ഷെ നിന്റെ മുതുക് ഇന്ന് എന്നെ കാണിച്ചാലേ പറ്റത്തുള്ളല്ലോ. നീ ഏത് സിനിമയിലെ ഡയലോഗൊക്കെ ഈ പറയുന്നത്? നിന്റെ തലയ്ക്കകത്ത് വലിയ ഓളം ഉണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാ. പക്ഷെ നിന്റെ പോകുന്ന അത്ര ശരിയല്ല കേട്ടോ. എനിക്കിത് നിന്റെ മുതുക് കണ്ടാലേ പറ്റത്തുള്ളൂ. നീ ഇത് എന്നായി കാണിക്കുന്നത് ബണ്ടി? ഒന്ന് മാറി. കാണിക്കൂല എന്നെ നിന്റെ മുതുക്. ഒന്ന് മാറി നിൽക്കും ബണ്ടി. കാണിക്കാൻ ഇങ്ങോട്ട്. ഇവനെ എടുത്ത് മാറ്റ്. ഇതെന്റെ ചീക്കു തന്നെയാണ്, എന്റെ സ്വന്തം ചീക്കു. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാൻ ചീക്കു അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ? അത് ഈ ബണ്ടി രാവിലെ തൊട്ട് പറയാണ് ഇത് നമ്മുടെ ചീക്കു അല്ലേ, ഇതെന്തോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഇവൻ പറയാണ് നീ